తెగుళ్ళు తట్టుకుంటుంది, మంచి పర్ఫార్మెన్స్ అనేది బాగుంటుంది. ഓക്കെ, അതായത് വേരോട്ടം നന്നായിട്ട് കിട്ടി, നല്ല ഒരു ബലമായിട്ടുള്ള വേരോട്ടം കിട്ടി നന്നായിട്ട് വളർന്ന് കിട്ടാൻ പറ്റിയതായിട്ടുള്ളൊരു ഇനം മക്കഡാമിയാണ്. మనకి థర్డ్ ఇయర్ మినిమం 5 to 10 kgs పర్ ప్లాంట్ నుంచి మనం ఎక్స్పెక్ట్ చేయొచ్చు. 5 to 10 kg 10 kgs థర్డ్ ఇయర్ నుంచి మనం ఎక్స్పెక్ట్ చేయొచ్చు. మంచి ఏజ్డ్ ప్లాంట్ అయితే 20 నుంచి 30 kgs. ഈ 5 to 10 అంటే ఎన్ని సంవత్సరాలు ఈ క్రాప్? థర్డ్ ఇయర్ సార్. തേർഡ്. അപ്പോൾ ഒരു 3-ാം വർഷം നമുക്കൊരു 5 to 10 kg ഇതിൽ നിന്ന് വിളവ് പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. 5 to 10 kg എന്ന് പറയുമ്പോൾ അത് മിനിമമാണ്. അത് അതിൻ്റെ അധിക വിളവ് അതിനേക്കാളും കൂടുതൽ അതിനേക്കാളും കൂടുതൽ പ്രതീക്ഷിക്കുക. ഇത് മിനിമം എടുത്തിരിക്കുന്നതാണ്. ചിലപ്പോൾ 20 ആയിരിക്കാം, 25 ആയിരിക്കാം, അത് ലിമിറ്റില്ല. അത് വർഷം തോറും കൂടുന്തോറും അത് വിളവ് കൂടി ഇൻക്രീസ് ആയിട്ട് പോവുകയും ചെയ്യും. പിന്നെ ఇది ఎంతవరకు దీని హైట్ పెరుగుదల వచ్చేస్తుంది? మినిమం 15 feet సార్. మినిమం 15 feet దాకా వెళ్తుంది. ఎన్ని సంవత్సరాలకు? మనకి 7 years. 7 years. ഒരു 7 വർഷം കൊണ്ട് ഒരു 15 feet ഹൈറ്റ് വളരുന്നതാണ് പറയുന്നത്. അപ്പോൾ 15 feet ഹൈറ്റിൽ മേലെ പോകുമ്പോൾ നമുക്കിത് പ്രൂണിങ് അവസരം കാണാം. പ്രൂണിങ്, ജനറൽ പ്രൂണിങ്. പ്രൂണിങ്, അത് കമ്പ് പോതൽ അങ്ങനെയുള്ള പ്രൂണിങ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ വിളവും കൂടുതൽ ലഭിക്കും. തന്നെയല്ല വൃക്ഷം ഒരു യൂണിഫോമായിട്ട് വളർന്നു വരികയും ചെയ്യും. അതിൽ പണ്ടാക്കും കൂടെ തൊട്ട അവകാശം മതി కదా. പ്രൂണിങ് അല്ല, പ്രൂണിങ് കാരണം കൊണ്ട് നമുക്ക് വിളവ് കൂടുതൽ പ്രതീക്ഷിക്കാം. പിന്നെ తర్వాత ఇరిగేషన్ గురించి ఏం చెప్తారు? ఇరిగేషన్ వచ్చేసరికి వాటర్ అనేది హెవీ అవసరం లేదు సార్. జనరల్ వాటర్ సరిపోతుంది. మంచి లైఫ్ టైం ఉంటుంది. దాదాపు 70 years, 50 to 70 years లైఫ్ టైం దీనికి మనకు ఉంటుంది. 70 70 సంవత్సరాలు. అయితే ఈ ఇరిగేషన్ అనేది వీక్లీ ఎన్నిసార్లు? వీక్లీ అట్లీస్ట్ 2 times కంపల్సరీ. వీక్లీ 2 times സഫിഷ്യന്റ് സరిపోతుంది. അത് വെള്ളത്തിൻ്റെ സൗകര്യം, ജലസേചനം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യത്തോളം കൊടുത്താൽ മതിയാവുമെന്നാണ് പറയുന്നത്. അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല, ജലസേചനം കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് ഒരു 70 വർഷത്തോളം ലൈഫ് കിട്ടുന്നതാണ് ഇതിൻ്റെ. മരത്തിൻ്റെ ആയുസ് ഒരു 70 വർഷത്തോളം വിളവ്, మంచి పంట ఇస్తుంది. 70 വർഷത്തോളം നമുക്ക് നല്ലൊരു വിളവ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. తక్కువ నీటి వసతి, తక్కువ పెట్టుబడితో అధిక లాభం తీసుకునే ఛాన్స్ దీంట్లో ఉంటుంది. അതായത് വളരെ കുറവ് ജലസേചനം, വളരെ കുറവ് മെയിൻ്റനൻസ്, വളരെ കുറവ് നോട്ടം കൊണ്ട് നമുക്ക് കൂടുതൽ ലാഭം കിട്ടാവുന്ന ഒരു വിളവാണ്, ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇത് ഇപ്പോൾ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ വളരെ നല്ല ഒരു വില ലഭിക്കുന്ന ഒരു വിളവാണ്. മാർക്കറ്റിൽ നല്ലൊരു വില ഈ ഇതിന് കിട്ടുന്നുണ്ട്. హెవీ మెయింటెనెన్స్ అవసరం లేదు సార్. హెవీ ఫర్టిలైజర్స్ కానీ, హెవీ స్ప్రేయింగ్స్. ఫర్టిలైజర్స్ మెయిన్గా ఏం వాడతారు? మనం స్టార్టింగ్ పీరియడ్లో వచ్చేసరికి మొక్క నాటేటప్పుడు వర్మీ కంపోస్ట్, వేపపిండి, నీమ్ కేక్, పశువుల ఎరువు, ఇవి కామన్గా ప్లాంటేషన్ చేసేటప్పుడు మనం యూజ్ చేస్తాం. కింద